അപ്പോൾ അതാണ് മൂപ്പര് നല്ല രീതിയിൽ ഇതാകുന്നതുകൊണ്ട് നല്ല മെയിലിൽ നല്ല ഗംഭീരമായിട്ടുള്ള മീറ്റിംഗും കിട്ടി. അതുകൊണ്ട് നല്ല പപ്പീസും കിട്ടി. മൊത്തം 13 കണ്ടോ കുട്ടിനി പരിസ്ഥിതി. ഹലോ ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സാബു ചേട്ടന്റെ 2 കാവൽ മാലാകന്മാർ ഇടത്തും വലത്തും കട്ടക്കി നിൽക്കുന്നുണ്ട് അല്ലേ സാബു ചേട്ടാ? പിന്നെ ആരും വന്നാലും ഒരു പേടിയില്ല അല്ലേ? റോട്ട് വൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ട് വൈലർ ഉള്ള വീട്ടിലെ എല്ലാ ആൾക്കാർക്കും പെർമിഷൻ ഇല്ലാണ്ട് കയറി ചെല്ലാൻ ചെറിയൊരു പേടിയാണ് എപ്പോഴും. അന്നും ഇന്നും ചെറിയൊരു പേടിയാണ് അല്ലേ? അപ്പോൾ കാണുന്ന സമയത്ത് ഗംഭീരമായിട്ട് പേടിപ്പെടുത്തുന്ന ഈ മുകളിലുള്ള ആൾക്കാർക്ക് ഭയങ്കര നല്ല മനസ്സാണുള്ളത്. അങ്ങനെ ബേസിക് ഒബീഡിയൻസും പറഞ്ഞാൽ നല്ല അനുസരണയോടുകൂടി വളർത്തിയിട്ടുള്ള 2 കാവൽ മാലാകന്മാരാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇടത്തെ സൈഡിൽ കാണുന്ന ആൾ മെയിൽ ഡോഗും ഇപ്പുറത്തുള്ള ആൾ ഫീമെയിൽ ഡോഗും എന്നൊരു തോന്നലുണ്ടാവും. അല്ല, 2 ഫീമെയിൽ ഡോഗാണ്. അതാണ് സാബുചേട്ടന്റെ പ്രത്യേകത. സാബുചേട്ടൻ റോട്ട് വൈലറിനെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ അല്ലെങ്കിൽ വളർത്തുന്ന സമയം മുതൽ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റോട്ട് വൈലേഴ്സിനാണ് പുള്ളി വളർത്തുന്നത് കേട്ടോ. കാണുന്ന സമയത്ത് ആ ഒരു ക്യൂട്ട്നെസ്സും എന്നാൽ കണ്ടാൽ ആളുകൾ പേടിക്കുകയും വേണം കുറച്ച് നല്ല സൈസുള്ള റോട്ട് വൈലേഴ്സിനെയാണ് പുള്ളിക്കാരൻ വളർത്തുന്നത്. അപ്പൊ സാബുചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തല്ലേ? പിന്നെ അപ്പം പേര് തുടങ്ങിക്കോ, പേര് സ്ഥലം കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് സാബു, സ്ഥലം അങ്കമാലി മഞ്ഞപ്പുറയാണ്. എനിക്ക് റോട്ട് ഒരു 5 ഉണ്ട് നിലവിൽ. ഇപ്പം നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഡോഗുകളാണൊക്കെ. ഓക്കെ. ഇവളുടെ പേര് ടെസ എന്നാണ്. നമ്മുടെ ഫസ്റ്റ് ഡോഗിന്റെ കുട്ടിയാണ്, ഫസ്റ്റ് ലിറ്ററിലെ. ഓക്കെ. ഇവൾക്കിപ്പോൾ ഒരു 4.5 വയസ്സായിട്ടുണ്ട്. ഓക്കെ. ഇത് ഇവളുടെ കുട്ടിയാണ്. ഇവള് ആ ഒരു സ്നേഹമൊക്കെ ഇല്ലേ ഇവിടെ കാണുന്ന സമയത്ത് മറ്റൊരാളെ മേത്ത് കയറി നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഹോബി അല്ലേ? ഞാൻ തന്നെയാണ് മെയിൻ എന്നുള്ളത് കാണിക്കണം അല്ലേ? പിന്നെ ആ ഒരു ഇവക്ക് എത്ര പ്രായമുണ്ട്? 3 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അമ്മക്ക് എത്ര പ്രായമുണ്ട്? അമ്മയ്ക്ക് ഒരു 5 വയസ്സാവാറുണ്ട്. 5 വയസ്സാവാറുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഹെഡ് സൈസും നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ? ഇതാണ് സാബുചേട്ടന്റെ പ്രത്യേകത. ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട് വൈലർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഫാൻ ബേസ് ഉള്ള ബ്രീഡുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ്, അത് റോട്ട് വൈലറാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞിട്ടേ വേറെ ഏത് ബ്രീഡും അതിന് താഴെ വരുള്ളൂ. അപ്പോൾ ഈ റോട്ട് വൈലറിൽ ജർമ്മൻ ഷെപ്പേർഡിന്റെ കാര്യമല്ല, ഇപ്പോൾ ഇന്ന് റോട്ട് വൈലറിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. റോട്ട് വൈലറിൽ പപ്പീസ് ഞാൻ ഇന്നേ വരെ ഒരുപാട് സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിലും സാബുചേട്ടൻ പപ്പീനെ നോക്കണത് അടിപൊളിയാണ്. അത് നിങ്ങളെ നോക്കി പറയണം, നോക്കി പറയണം. അടിപൊളിയാണ്. അപ്പോൾ പുള്ളി പക്ഷെ ഒരുപാട് എന്താ പറയുക, ചില നല്ല ബ്ലഡ് ലൈനിലുള്ള പപ്പീസിന് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് വരും എന്ന് പറയില്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സാബുചേട്ടൻ. നല്ല മെയിലിന് മേറ്റ് ഉള്ളൂ അല്ലേ? അപ്പോൾ കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് ഡോഗ് എവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മെയിലിൻ്റെ പ്രൊഡക്ഷൻസ് എങ്ങനെയുണ്ട്, നമ്മുടെ ഫീമെയിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുള്ള പപ്പീസ് വരുമോ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പപ്പീസ് ആവുമോ, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പി ആവോ, നല്ല ആരോഗ്യമുള്ള ഉഷാറുള്ള പപ്പീസ് ആവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് പുള്ളിക്കാരൻ മേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രീഡറെ കൂടെയാണ് നമ്മൾ എന്നുള്ളത് കേട്ടോ. ഇതാണ് കെയറോസ് കെന്നലിലെ നമ്മുടെ സാബുചേട്ടന്റെ കെന്നലിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫീമെയിൽ എന്ന് പറയുന്നത്. ഇവളുടെ പേരെന്തായിരുന്നു? കിയ. 3 വയസ്സ് അല്ലേ? അപ്പോൾ ഇവളുടെ ഫാദർ ആയിരുന്നു? ഇവളുടെ ഫാദർ ഡിസ്ട്രോയർ. ഇമ്പോർട്ടാണ്. എല്ലാ ഇമ്പോർട്ടിന്റെ കുട്ടികൾ തന്നെയാണ്. പിന്നെ നല്ല സൈസുള്ള നല്ല അടിപൊളി ഏറ്റവും നല്ല എക്സസൈസ് നോക്കാം കേട്ടോ. നല്ലൊരു മെയിൽ ഡോഗ് ആണ് നിൽക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തോന്നും. അത്രയും നല്ല രസമുള്ള ഒരു ഫീമെയിൽ ആണ്. അപ്പൊ ഇവളുടെ ലിറ്റർ വന്നോ? ഇവളുടെ ഇല്ല, വന്നോളൂ. നമ്മള് 1 ലിറ്റർ വരാണ്ട് നല്ലൊരു മെയിൽ നോക്കി വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ പിന്നെ എല്ലാ കിടിലൻ മെയിലിനൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതാണ് അടുത്ത ഫീമെയിൽ എന്ന് പറയുന്നത്. ഒരു റോട്ട് വൈലർ മെയിൽ നിൽക്കണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറയുന്നതൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന വീഡിയോയിലൊക്കെ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ പപ്പീനെ എടുക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴോ ഞാൻ ഈ പറയണൊക്കെ തള്ളാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. നല്ല രസമായിട്ടുള്ള ഫീമെയിലാണ്. ഒരു മെയിൽ ഡോഗ് നിൽക്കണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതാണ് ഇവളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സാബു ചേട്ടാ, നമ്മൾ വീട്ടിലൊരു റോട്ട് വൈലറിനെ വളർത്തുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കണം? മിനിമം അത്യാവശ്യം ഒബീഡിയൻസ് ഒന്ന് പഠിപ്പിക്കണം. ഒരു സിറ്റ് ഡൗൺ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയാലും ഒന്ന് ഡൗൺ ഒക്കെ ആക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഒരു വാക്സിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ നമ്മളെ പോകുമ്പോഴല്ല, ഇപ്പൊ ഇവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണമെങ്കിൽ ഒന്ന് കിടന്ന് തരണമെങ്കിൽ ഡൗൺ പറയണം. കമാൻഡ് പറഞ്ഞാൽ എളുപ്പമാണ് നമുക്ക്. ഡൗൺ ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറെ നേരം ഡോഗിനോട് ഒന്ന് സിറ്റ് ഇരുന്ന് നീ വരുന്നോ എന്ന് പറയണമെങ്കിൽ സിറ്റ് പഠിപ്പിക്കണം അല്ലേ? അതെ. നോ പഠിപ്പിക്കണം. ഇല്ലേ കടിക്കാൻ പോയത് കടിച്ച് തീരുമാനമാക്കിട്ട് വരും. ഇല്ലേ നോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കടിക്കാൻ പോയ ഡോഗ് നോ കേട്ടിട്ട് തിരിച്ചു വരും. നോ പഠിപ്പിച്ചില്ലെങ്കിൽ പോയ ഡോഗ് കടിച്ച് തീരുമാനമാക്കിയിട്ട് തിരിച്ചു വരും. രണ്ടിൽ ഏത് വേണമെന്നുള്ളത് പിന്നെ കേസായി, പോലീസ് സ്റ്റേഷനായി, ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ സാബുചേട്ടൻ ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഞാൻ അത്യാവശ്യം എല്ലാ ഒബീഡിയൻസും നമുക്ക് ആവശ്യമുള്ളതൊക്കെ പഠിപ്പിക്കും. ഈ ഫുഡ് വെക്കുന്ന സമയത്ത് റോട്ട് വൈലറിൽ മെയിൻ ഞാൻ കേട്ടിട്ടുള്ള സംഭവമാണ് ഈ ഫുഡിനോട് ഭയങ്കര അഗ്രഷൻ ആയിരിക്കും. ഫുഡ് എടുക്കുന്ന സമയത്ത് കടിക്കാൻ നോക്കും ഓണേഴ്സിനെ. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ഡോഗ്സിലുണ്ടോ? ഇല്ല. എന്താ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്? അത് നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ പാത്രത്തിൽ കൈയൊക്കെ ഒന്നിട്ട് ഇളക്കാം. ഇടയ്ക്ക് ഒന്ന് ഫുഡ് മാറ്റാം. ഒന്ന് സ്റ്റോപ്പ് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നത് നിർത്തിയിട്ട് പാത്രമൊക്കെ ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവരുടെ ഫുഡ് എടുത്തു കൊണ്ടുപോകുന്ന വിചാരിച്ചാണ് ഇവര് ശരിക്കും കടിക്കുന്നത്.
ചെറുപ്പം മുതലേ ഒന്ന് ശീലിപ്പിച്ചാൽ ശീലിപ്പിച്ച ഒരു പ്രശ്നമില്ല. ഫുഡ് എടുത്ത് പാത്രം എടുത്താലും വീണ്ടും കൊണ്ടുവന്ന് തരുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഓണർ നമ്മളെ പാരന്റ് അല്ലെങ്കിൽ നമ്മളെ നോക്കുന്ന ആള് പറയണത് നമ്മൾ അനുസരിക്കണം എന്നുള്ളൊരു ചിന്താഗതി ചെറുപ്പം മുതലേ അവരെ അല്ലേ നിൽക്കും, എല്ലാ കയ്യിൽ നിൽക്കും അല്ലേ. ഇതിനൊക്കെ വഴികളുണ്ട്, കൊണ്ടുപോയി ഇതിനൊക്കെ വഴികളുണ്ട്. പിന്നുള്ളൊരു ഡൗട്ടാണ് പിന്നെ കുറച്ച് ഏജ് ഉള്ള ആൾക്കാർക്ക് ഈ റോട്ട്വൈലർ പോലുള്ള ബ്രീഡ്സിനെ പിടിച്ചു നിർത്താൻ കഴിയൂല എന്നുള്ളത്. അതെന്താ സ്ഥിതി? അത് കാരണം അവരെക്കായും ആരോഗ്യം ഇവർക്ക് കൂടുതലാണ്. അപ്പൊ അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ നമ്മള് അവരെ അത്യാവശ്യം കമാൻഡും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കമാൻഡിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ ഇവരെ പറ്റുള്ളൂ. കമാൻഡിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പിടിക്കേണ്ട ആവശ്യമില്ല, പിടിച്ചെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ കൂട്ടി കയറണം എന്നുണ്ടെങ്കിൽ ക്രേറ്റ് എന്നുള്ള കമാൻഡ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൂട്ടി കയറും പറഞ്ഞാൽ മതി വെറുതെ അല്ലേ. ഡോഗ് ഒരാളെ അനാവശ്യമായിട്ട് ഡോഗ് ഒരാളെ കടിക്കാൻ പോകണേ നോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കാൻ പോവില്ല. ഫുഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഫുഡ് ആക്രാന്തത്തോടു കൂടി തലയിട്ട് കൊളാക്കുന്ന പരിപാടിയും ഉണ്ടാവില്ല. ഇതൊക്കെ കമാൻഡിൽ നിർത്താവുന്ന പരിപാടിയുള്ളൂ. ഇത് റോട്ട്വൈലർ എന്നല്ല, ലോകത്ത് ഏത് ഡോഗിനെയും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ബ്രീഡിന്റെ ഇന്റലിജൻസ് അനുസരിച്ചിട്ട് നമുക്കത് കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പോൾ റോട്ട്വൈലർ അത്ര പൊട്ട ബ്രീഡല്ല, നല്ല ആറ്റിറ്റ്യൂഡുള്ള നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ചിന്താഗതിയുള്ള ബ്രീഡാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ അവൻ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ നിൽക്കത്തുള്ളൂ. ഇതൊക്കെ പഠിപ്പിച്ചാൽ മതി അല്ലേ, എല്ലാം നമുക്ക് പഠിപ്പിക്കാം. ഇവിടെ ഇവിടെ പപ്പീസ് സ്ഥിരം പ്രശ്നമായി തുടങ്ങിട്ടാ. ഇവിടെ വല്ല കച്ചറൊക്കെ നടക്കൂട്ടോ. സീന ഇടക്കിടക്ക് ഒച്ചപ്പാടും പാളൊക്കെ ഉണ്ടാവും. Tessa, sit. Good girl. Very good. Down. Super. Get up. കാര്യം ഇതെങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഗെറ്റപ്പ് എന്ന് പറയുമ്പോൾ പുള്ളി ബോളിംഗ് വലിക്കുന്ന സമയത്ത് അവൾ അത് എടുക്കാൻ വേണ്ടി എണീക്കണം. അതാണ് ഗെറ്റപ്പ് എന്നുള്ള ആ ഒരു വേർഡും കൂടി വരുമ്പോൾ അത് ബോളിലേക്ക് പിന്നെ സെറ്റായി കിട്ടണം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പൊന്നണം അല്ലെ, അത് ഓക്കെ മനസ്സിലാക്കി കിട്ടണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കി എടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാബുവേട്ടൻ എല്ലാ ഡോഗ്സിനെയും സ്വന്തമായിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. നമ്മളെ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെയാണ്. സമയമില്ലെങ്കിലാണ് നല്ല ട്രെയിനേഴ്സിനെ കൊണ്ട് കാണിക്കുന്നത് അല്ലെ. എന്നാലും നമ്മൾ ചെയ്ത് പഠിക്കണം, നല്ല കാര്യമുള്ളൂ. അതുകൊണ്ട് ട്രെയിനർ പഠിപ്പിച്ച് നമ്മൾ ചെയ്ത് പഠിക്കണം, നല്ല കാര്യമുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. ഇവളൊക്കെ എനിക്ക് ഇപ്പൊ റോട്ട്വൈലർ എന്ന് പറഞ്ഞ ബ്രീഡ് ഞാനിപ്പോ ഇവളെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഒരു വർഷം മുമ്പ് ഇവിടെ കണ്ടാണ്. അപ്പൊ ഒരു വർഷത്തിന് ശേഷം ഇവൾ ഇന്നാണ് എന്നെ കാണുന്നത്. ഇന്നെ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും എന്നെ ഓർത്ത് വെക്കാനുള്ള ഇതൊന്നും നോക്കില്ല. പക്ഷെ ഓള് ഇന്നെ കടിക്കാതെ എന്നെ ഉപദ്രവിക്കാതെ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവളെ സോഷ്യലൈസ് ചെയ്ത് വളർത്തിയതുകൊണ്ടാണ്. ഇവളെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് റൈസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ്. കമാൻഡും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഗംഭീരമായിട്ട് നോക്കിയതുകൊണ്ടാണ് ഇവളെ എനിക്ക് ഇതുപോലെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷെ വന്ന സമയത്ത് എനിക്ക് ഇവളെ നേരെ പോയി ടച്ച് ചെയ്യാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. മൂപ്പരൻ എന്നോട് പറഞ്ഞത് നോക്കിയിട്ട് ചെയ്തോട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവളെല്ലാവരും ട്രസ്റ്റ് ചെയ്യൂല, പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യൂല അല്ലേ. ചാടി കയറി അവളെ വായിലേക്ക് കൈയിട്ടെടുത്ത് ചിലപ്പോൾ നല്ലൊരു കടി വെച്ചിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം അവളെ എവിടെയൊക്കെ നോക്കും ഡൗട്ട് ഉണ്ട്. പക്ഷെ സമാധാനത്തിൽ പോയി കഴിഞ്ഞാൽ അവളെ നമുക്ക് ടച്ച് ചെയ്യാം, ഇടപെടാം, ഒരു പ്രശ്നമില്ല.